ഹലോ, ഇന്ന് ജൂലൈ 5 ബഷീർ ദിനമാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 2026 ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബഷീർ ദിന പ്രസംഗമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവർക്കും നമസ്കാരം. ആദരണീയരായ അധ്യാപകരെ, പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ മലയാള സാഹിത്യത്തിലെ മഹാനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മരണക്കായി ബഷീർ ദിനം ആചരിക്കുകയാണ്. സാധാരണക്കാരുടെ ജീവിതവും അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും വളരെ ലളിതമായ ഭാഷയിൽ അവതരിപ്പിച്ച എഴുത്തുകാരനാണ് ബഷീർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായി മാറി. ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, പ്രേമലേഖനം തുടങ്ങിയ കൃതികൾ ഇന്നും വായനക്കാരുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നു. സ്നേഹവും മനുഷ്യസ്നേഹവും സഹിഷ്ണുതയും നിറഞ്ഞ സന്ദേശങ്ങളാണ് ബഷീറിൻ്റെ കൃതികളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ജീവിതത്തെ നർമ്മത്തോടെയും പ്രത്യാശയോടെയും കാണാൻ അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. സാധാരണ മനുഷ്യരുടെ ജീവിതാനുഭവങ്ങൾ സാഹിത്യത്തിൻ്റെ ഉയരങ്ങളിലേക്ക് എത്തിച്ച എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. ബഷീർ ഒരു എഴുത്തുകാരൻ മാത്രമല്ല, മനുഷ്യനെയും മനുഷ്യബന്ധങ്ങളെയും സ്നേഹിച്ച മഹത്തായ വ്യക്തിത്വവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ രചനകൾ കാലങ്ങൾ കഴിഞ്ഞിട്ടും പുതുമ നഷ്ടപ്പെടാതെ വായനക്കാരനെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ബഷീർ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കാനും അദ്ദേഹം പകർന്ന മാനവികതയുടെ സന്ദേശം ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നമുക്ക് പ്രതിജ്ഞയെടുക്കാം. നന്ദി, നമസ്കാരം.